ഇന്ന് ജൂൺ 1 ഇന്ന് മുതൽ രാജ്യത്ത് പല സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് റദ്ദാക്കപ്പെട്ടേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. സംഭവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 2026 ജൂൺ 1 മുതൽ 5 വലിയ സാമ്പത്തിക നിയമങ്ങൾ മാറുകയാണ് രാജ്യത്തെന്നുള്ളതാണ്. ഇത് ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ബാങ്കിങ്, ഓട്ടോമൊബൈൽ മേഖലകൾ വരെ ഈ മാറ്റങ്ങൾ സാധാരണക്കാരുടെ പോക്കറ്റുകളും ഗാർഹിക ബഡ്ജറ്റുകളിലും നേരിട്ട് സ്വാധീനം ചെലുത്തും എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. LPG സിലിണ്ടറുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്താണ്? ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ എല്ലാ മാസവും 1-ാം തീയതി LPG സിലിണ്ടറുകളുടെ പുതിയ വില പ്രഖ്യാപിക്കാറുണ്ട്. പശ്ചിമേഷ്യ പ്രതിസന്ധി കാരണം കുറച്ചു കാലമായി ഗ്യാസ് വില കൂടിയിട്ടുണ്ട്. നിലവിൽ ഡൽഹിയിൽ 14 കിലോഗ്രാം ഗ്യാസിന് ഗാർഹിക സിലിണ്ടറിന് 913-നും 19 കിലോ വാണിജ്യ സിലിണ്ടർ 2078-നും ലഭ്യമാണ്. ഇത് നാളെ മുതൽ മാറിയേക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് സിലിണ്ടർ കണക്ഷൻ റദ്ദാകാം എന്നുള്ളതാണ്. പുതിയ സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ PNG അതായത് പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LPG കണക്ഷൻ ലഭിക്കില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടെ ലഭിക്കില്ല എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ LPG കണക്ഷനും അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ LPG കണക്ഷൻ തിരികെ നൽകേണ്ടി വരും. നാളെ മുതൽ PNG ഉണ്ടായിരുന്നിട്ടും സിലിണ്ടറുകൾ തിരികെ നൽകാത്ത വീടുകളെ തിരിച്ചറിഞ്ഞ് കണക്ഷൻ റദ്ദാക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്താരാഷ്ട്ര എണ്ണ പ്രതിസന്ധി തുടരുന്നതിനിടയിൽ പെട്രോൾ, ഡീസൽ, ATF എന്നിവയുടെ കയറ്റുമതി പുതിയ നികുതി ചുമത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇത് 2026 ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. സർക്കാർ വിജ്ഞാപനം അനുസരിച്ച് ഇനി മുതൽ പെട്രോളിന് ലിറ്ററിന് 1.5 രൂപയും ഡീസലിന് 13.5-ഉം ATFന് 9.5-ഉം കയറ്റുമതി തീരുവ ഈടാക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. HDFC ബാങ്ക് നിയമനങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സോളാർ പാനലുമായി ബന്ധപ്പെട്ട പുതിയ ഒരു നിയമം വരുന്നുണ്ട്. 2026 ജൂൺ 1 മുതൽ സോളാർ പാനലുകൾക്ക് ഗവൺമെന്റിന്റെയും അംഗീകൃത മോഡലുകളുടെയും നിർമ്മാതാക്കളുടെയും പട്ടിക നിർബന്ധമാക്കുമെന്നുള്ളതാണ് അത്. അങ്ങനെ ഇന്നു മുതൽ രാജ്യത്ത് സുപ്രധാനമായിട്ടുള്ള ഈ മാറ്റങ്ങൾ വരികയാണ്. ഇതിൽ പ്രധാനപ്പെട്ട മാറ്റം LPG കണക്ഷൻ, PNG കണക്ഷൻ ഉള്ളവർക്ക് ലഭിക്കില്ല. അത് തിരികെ കൊടുക്കാത്തവർക്ക് അത് കട്ട് ചെയ്യും എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.